ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് തൃശ്ശൂർ ആതിരപ്പള്ളി വാട്ടർഫാൾസിലാണ്. ആതിരപ്പള്ളി വാട്ടർഫാൾസിലെ വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. തൃശ്ശൂരിൽ നിന്ന് നേരെ ചാലക്കുടിക്ക് പോയി അവിടെ നിന്നാണ് ആതിരപ്പള്ളി വാട്ടർഫാൾസിൽ പോകാനായിട്ട് നമ്മൾ ബസ് കയറിയിട്ടുള്ളത്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഇതാ ഒരുപാട് പാം ഓയിൽ പ്ലാന്റേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ്. ചാലക്കുടിയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് ആതിരപ്പള്ളി വാട്ടർഫാൾസിലെത്താനായിട്ട്. ഇവിടെയാണ് ബസ് കൊണ്ട് നിർത്തിയത്. അപ്പോൾ നമുക്ക് 2 സൈഡിലും ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. അവിടെ ഒന്ന് പർച്ചേസ് ചെയ്യണം എന്നുള്ളവർക്ക് പർച്ചേസൊക്കെ ചെയ്യാം. പിന്നെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഇവിടെയാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അപ്പോൾ നമ്മൾ ഉച്ചയൊക്കെ കഴിഞ്ഞ സമയത്താണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എൻട്രി പാസ് എടുക്കണം. എൻട്രി ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ അകത്ത് കയറാൻ. അപ്പോൾ നമ്മൾ ആദ്യം ഇനി എൻട്രി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ടിക്കറ്റ് റേറ്റ് വരുന്നത് 60 രൂപയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടുത്തെ ബോർഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻട്രി. ഇതുവഴിയാണ് നമ്മൾ അകത്തേക്ക് കടക്കേണ്ടത്. തൊട്ടടുത്ത് തന്നെ ക്ലോക്ക് റൂം ഉള്ളതുകൊണ്ട് നമ്മുടെ ബാഗും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വച്ചതിന് ശേഷം അകത്തേക്ക് പോകാവുന്നതാണ്. ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്ക് വാട്ടർഫാൾസ് കാണാനൊന്നും പറ്റത്തില്ല. കുറേയേറെ ദൂരം നടക്കാനുള്ളത് കൊണ്ട് പലരും വളരെ വേഗത്തിൽ അങ്ങ് നടന്നു പോവുകയാണ്. തിരിച്ചു വരുന്നവർക്ക് നടന്ന് ക്ഷീണിച്ച ഫേസൊക്കെ കാണാം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർഫാൾസാണിതെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ബാഹുബലിയുടെ ഷൂട്ടിങ്ങൊക്കെ നടന്നത് ഇവിടെയാണ് കേട്ടോ. നടന്ന് ക്ഷീണിക്കുമ്പോൾ ഇതാ ഇരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാമ്പു കൊണ്ടുള്ള സീറ്റാണ് കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ വാട്ടർഫാൾസിൻ്റെ ഫ്രണ്ടിലെത്തി. ദൂരെ നിന്നുള്ള വ്യൂവിൽ തന്നെ മനസ്സിലായി വെള്ളം നല്ല കുറവാണ്. കണ്ടില്ലേ, ഒട്ടും വെള്ളമൊന്നും നിറഞ്ഞൊഴുകുന്നില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് വെള്ളം വളരെ കുറവാണ്. തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ നടന്ന് വരുന്നവരെല്ലാം ക്ഷീണിച്ച് അവിടെ നിന്ന് ഐസ്ക്രീമും മറ്റു ഫുഡൊക്കെ മേടിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ വാട്ടർഫാൾസിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം അവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ അതൊക്കെ പിടിച്ചു മേടിച്ചുകൊണ്ട് പോകും. കണ്ടു, ജ്യൂസൊക്കെ കയ്യിരിക്കുന്നത് കണ്ടാൽ പിന്നെ കുരങ്ങന്മാരൊന്നും നമ്മുടെ ചുറ്റുവട്ടത്തൊന്നും മാറുകയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. സാധാരണഗതിയിൽ നിറഞ്ഞൊഴുകുന്നതാണ്. ആ പാറ എന്നും കാണാത്ത രീതിയിലാണ് സാധാരണ വെള്ളം ഒഴുകുന്നത്. ഇപ്പോൾ വേനലായപ്പോൾ കണ്ടോ, ഒരുപാട് പാറയുടെ ഇടയിൽ കൂടി ചെറുതായിട്ട് ഒഴുകുന്ന ഒരു ഫീല് മാത്രമേ ഉള്ളൂ. ആതിരപ്പള്ളിയിൽ ഒട്ടും വെള്ളമില്ല. ഇത്തവണ ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുകയാണ് നമ്മൾ ആതിരപ്പള്ളി. വെള്ളമൊക്കെ വളരെ കുറവാണ്. എന്നാലും കുറെ പേരൊക്കെ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് കളിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. നമ്മൾ കുറെ കുരങ്ങന്മാരെ കണ്ടു. പിന്നെ നമ്മുടെ തത്തുവിന്റെ ഐസ്ക്രീം കുരങ്ങ എടുത്തോണ്ട് പോയി. അതിന്റെ സങ്കടത്തിൽ തത്തു കൈയെഴുവാൻ വേണ്ടി പോവുകയാണ്. സാധാരണ ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞൊഴുകുന്നതാണ്. ഇത്തവണ വെള്ളം വളരെ കുറവാണ്. ഒരുപാട് പേര് കുളിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലേഡീസിന് ഡ്രസ്സ് മാറണമെങ്കിൽ അവിടെ ലേഡീസിന് ചേഞ്ചിങ് റൂം ഉണ്ട്. അവിടെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് കുളിക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് താഴോട്ട് പോയി നോക്കാം. അവിടെ നിന്ന് വാട്ടർഫാൾസിന്റെ വ്യൂ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ താഴെ നിന്നുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഇനി പോകുന്നത്. അവിടെ എൻട്രി ടൈം വരുന്നത് 5 PM ആണ്. അപ്പോൾ അങ്ങോട്ട് പോകാം. പോകുന്ന വഴിക്ക് ഇതുപോലെ കുറേ കുട്ടി കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ലെഫ്റ്റിലോട്ട് മറ്റൊരു വഴിയുണ്ട്. ആ വഴി കൂടെ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പാറകളൊക്കെ കല്ലൊക്കെ നിറഞ്ഞ വഴിയാണ്. ഈ വഴി നമ്മൾ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് വാട്ടർഫാൾസ് കാണാൻ പറ്റും. അതെ, ചെറുക്കാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇതിലേ വരാൻ. പിന്നെ ഹൃദ്രോഗമുള്ളവരൊന്നും ഇതിലേ വരരുതെന്ന് അവിടെ ബോർഡും വെച്ചിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോഴേ നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. ഇതിലേ കൂടെ പോവുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. നല്ല പാടാണ്. അപ്പൂപ്പന്മാരൊക്കെ പകുതി കയറി ടയേർഡായി നിൽക്കുന്നുണ്ട്. ഇറങ്ങി പോകുമ്പോൾ നമുക്ക് വലിയ പാടില്ല. പക്ഷെ തിരിച്ച് കയറുമ്പോഴാണ് ഇതിനെക്കാട്ടി നമുക്ക് റിസ്ക് എന്നാണ് തോന്നുന്നത്. ഇറങ്ങുമ്പോഴേ നല്ല പാടുണ്ട്.
അപ്പൊ കയറാൻ ഇതിനെക്കാട്ടിയും പാടായിരിക്കും. പക്ഷേ വാട്ടർഫാൾസിന്റെ ഭംഗി കാണണമെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. ഡ്രസ് മാറ്റാനും വാഷ്റൂം ഒക്കെ ഉണ്ട്. അപ്പോ ഫൈനലി നമ്മൾ എൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇത് താഴെ നിന്നുള്ള കാഴ്ചയാണ്. മുകളിൽ വെള്ളം കുറവാണെങ്കിൽ താഴെ വരുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് തോന്നുകയില്ല. നല്ല ഹെവി ആയിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പോൾ താഴെ എത്തിയാലും എന്താ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ എന്താ കുറേ പേരൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫാൾസ്. അപ്പോൾ ഇതിന്റെ താഴെ ഇറങ്ങി നമുക്ക് കുളിക്കാനൊന്നും പറ്റൂല. നദി കുളിക്കുന്ന ശിക്ഷാർഹമാണെന്ന് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ സൈഡിൽ നിന്ന് കുറെ പേര് ഫോട്ടോസ് ഒക്കെ എടുക്കാന്നുള്ള അല്ലാതെ കുളിക്കാൻ പറ്റത്തില്ല. മുകളിലാണെങ്കിൽ നമുക്ക് കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്. അതിപ്പോ വെള്ളം കുറവായത് കൊണ്ടാണ്. വെള്ളം കൂടുതലാണെങ്കിൽ അതിനും സമ്മതിക്കില്ല. വെള്ളമുണ്ട് ഇവിടെ, പക്ഷെ വെള്ളം തെറിച്ച് വീഴുമ്പോ കാറ്റും കൂടി അടിക്കുന്നുണ്ട്. ഇവിടെ നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കൂടുതൽ അടുത്തോട്ട് വരുമ്പോഴാണ് ഈ വാട്ടർഫാൾസിന്റെ ഭംഗി നമുക്ക് മനസ്സിലാകുന്നത്. അവിടെയാണ് കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നത്. ഇതിപ്പോ വെള്ളം കുറവാണ്, എന്നിട്ട് പോലും നമുക്ക് അത്രയ്ക്ക് സൂപ്പറായിട്ട് തോന്നുന്നെങ്കിൽ വെള്ളം വരുമ്പോൾ കുറച്ച് രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ കുറേ നേരം നമ്മൾ താഴെ നിന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും ക്ലോസിങ് ടൈം ആവാറായി. അപ്പം ഞങ്ങൾ തിരിച്ച് കയറുകയാണ്. കയറിയതിന് ശേഷം ഞങ്ങൾ മുകളിലേക്ക് പോയിട്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. എല്ലാവരും വെള്ളത്തിൽ കുളിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മോനും വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹം. പിന്നെ അവൻ കുറേ നേരം വെള്ളത്തിലേക്ക് കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഏകദേശം സന്ധ്യയായി, സൺസെറ്റ് സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തന്നെ ക്ലോസ് ചെയ്യും കേട്ടോ, ക്ലോസിങ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ആതിരപ്പള്ളിയിലെ വിശേഷങ്ങളും ഇവിടെ കഴിയുകയാണ്. എന്തായാലും ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളും ഉറപ്പായും വന്ന് നോക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.